ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ ഫോൺ വിളിക്കുന്ന സത്യയുടെയും പപ്പിയുടെയും സ്കൂളിലെ പ്രിൻസിപ്പൽ സത്യഭാമയ്ക്ക് ഉടനെ തന്നെ സത്യയുടെ പേരിനെ കാണുമെന്നും സത്യയുടെ അമ്മയെ ഉടനെ തന്നെ കാണണമെന്നുമുള്ള സത്യഭാമയുടെ ആവശ്യം പ്രിൻസിപ്പൽ ശാലിനിയെ അറിയിച്ചു. അത് കേട്ട ശാലിനി പറയുന്നത്, അതെന്താ, എന്ത് കാരണത്താലാണ് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ടീച്ചർ ശാലിനിയോട് പറഞ്ഞു, അത് പിന്നെ ഇവിടെ സംഭവിച്ച ആ വലിയൊരു മഹാസംഭവത്തിന് അന്ന് പപ്പിയോടൊപ്പം ഉണ്ടായിരുന്നത് മേഡത്തിന്റെ മകളായിരുന്നല്ലോ. സത്യയ്ക്കൊപ്പം കാട്ടിലേക്ക് ഒളിച്ചോടി പോയത് അന്ന് പപ്പിയായിരുന്നില്ലേ? അവർ പപ്പിയെന്ന് വിളിക്കുന്ന പത്മിനി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ കുട്ടിയുടെ സ്വഭാവം മോശമാക്കി മാറ്റുന്നത് മേഡത്തിന്റെ കുട്ടിയുമായിട്ടുള്ള സമ്പർക്കമാണ് എന്ന് ടീച്ചർ പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു, അത് പിന്നെ ടീച്ചർ എന്ന് പറഞ്ഞ് ശാലിനി അതിന് മറുപടി നൽകാൻ ഒരുങ്ങുമ്പോൾ ടീച്ചർ പറഞ്ഞു, അതെ, ഇതിനെ എതിർക്കുന്ന വാദമുഖങ്ങളൊന്നും ഞങ്ങളുടെ പക്കലില്ല ടീച്ചർ. അവരുടെ വിശ്വാസവും അവരുടെ കരുതലും അങ്ങനെയാണ്. അതിനെ എതിർക്കാൻ ഞങ്ങൾക്കുമാവില്ല. അതുകൊണ്ട് തന്നെ മേഡത്തിന് പറയുവാനുള്ളത് മേഡം നേരിട്ട് വന്ന് അവരോട് സംസാരിക്കണം. മേഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മേഡം ഇവിടെ വരെ വന്നേ തീരൂ. മേഡം പറഞ്ഞിട്ടുള്ളത് മറ്റ് എന്ത് പ്രശ്നവും എത്രയൊക്കെ തിരക്കുകളുണ്ടെങ്കിലും സത്യമോളുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ തിരക്കുകൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ തനിക്ക് തിരക്കിലേക്ക് പോകാൻ കഴിയൂ എന്നായിരുന്നില്ലേ മേഡം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ മേഡം തീർച്ചയായിട്ടും ഓഫീസ് വരെ ഒന്ന് വരണം. അല്ലെങ്കിൽ എന്നോട് സത്യാമ്മ പറഞ്ഞിരിക്കുന്നത്, മേഡം വന്നില്ല എന്നുണ്ടെങ്കിൽ, മേഡവുമായി സംസാരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പത്മിനിയുടെ TC വാങ്ങിക്കുമെന്നാണ്. അങ്ങനെ TC വാങ്ങിച്ച് സത്യാമ്മയുടെ പേരക്കുട്ടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സ്കൂളിന് തന്നെ അതൊരു മാനക്കേടാണ്. പിന്നെ ഈ സ്കൂളിന്റെ അവസ്ഥ എന്തെന്ന് മേഡത്തിനൊന്ന് ആലോചിച്ചൂടെ? എല്ലാവരും എന്ത് കാരണത്താൽ ഇത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കും. സത്യാമ്മ തന്റെ പേരക്കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റിയതിന്റെ കാരണം അന്വേഷിച്ച് പല ആളുകളും വന്നെത്തും. അവസാനം ഈ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായെന്ന് വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ സ്കൂളിനെ എത്തിക്കണമെന്നാണോ മേഡത്തിന്റെ ആഗ്രഹം എന്ന് ടീച്ചർ ചോദിച്ചത് കേട്ട് ശാലിനി മനസ്സില്ലാ മനസ്സോടെ ശരി, ഞാൻ വരാം എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ശാലിനി സമ്മതം മൂളിയതോടെ പ്രിൻസിപ്പാളും വളരെ സന്തോഷത്തിലായി. എനിക്കല്പം തിരക്കുണ്ട് എന്ന് ശാലിനി പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുമ്പോൾ അവിടെ പ്രിൻസിപ്പലിന്റെ അടുത്ത് നിന്ന് ടീച്ചർ ചോദിച്ചു, എന്തായി ടീച്ചറെ, എന്തെങ്കിലും ഗുണമുണ്ടോ? അവർ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, പിന്നില്ലാതെ, നമ്മൾ പറയേണ്ട രീതിയിൽ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഇവിടെ കളക്ടർ എന്നല്ല, അതിന് മുകളിലുള്ള ആരാണെങ്കിലും വന്നെത്തും, അത് തീർച്ചയാണ്. വെറുതെ നമ്മൾ എന്തിനാണ് ഇതിനിടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? അവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിക്കോട്ടെ, സത്യയുടെ അമ്മയും തമ്മിൽ ഏറ്റുമുട്ടട്ടെ, അല്ലാതെ നമ്മൾ അതിനിടയ്ക്ക് കിടന്ന് ഞെരുങ്ങേണ്ട കാര്യമില്ലല്ലോ എന്ന പ്രിൻസിപ്പാളിന്റെ വാക്കുകൾ കേട്ട് ടീച്ചർ ചോദിച്ചു, മേഡം കൊള്ളാവല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ച് ചിരിക്കുമ്പോൾ ശാലിനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ നിരാശയോടെ വീട്ടിൽ തന്നെ ആലോചനയിൽ മുഴുകുന്ന സമയത്ത് സത്യഭാമയും വിഷ്ണുവും കൂടി നേരെ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പപ്പിയാകെ ടെൻഷനോടെ കാറിലിരിക്കുമ്പോൾ വിഷ്ണു പപ്പിയെ നോക്കി പുഞ്ചിരിക്കുകയും ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ണ് അടച്ച് കാണിച്ച് പപ്പിയെ സമാധാനപ്പെടുത്തുമ്പോൾ പിൻസീറ്റിലിരിക്കുന്ന സത്യഭാമ വലിയ ഗൗരവത്തിൽ തന്നെയായിരുന്നു. അതേസമയം സ്കൂളിൽ നേരത്തെ വന്നെത്തിയ സത്യ ആകെ നിരാശയോടെ ആ വരാന്തയിൽ പപ്പിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് പപ്പി വരാറുള്ള കാറ് വന്ന് നിന്നതും പപ്പി വേഗം കാറിൽ നിന്നിറങ്ങി. വരാന്തയിൽ പപ്പിയെയും കാത്തിരിക്കുന്ന സത്യയെ പപ്പി കണ്ടതും പപ്പി വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി സത്യാമ്മയുടെ കയ്യിലേക്ക് വന്ന് പിടിച്ചു. ആ സമയത്ത് വിഷ്ണു കാറിൽ നിന്നിറങ്ങി അവിടെ വരാന്തയിലിരിക്കുന്ന സത്യയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു, കണ്ണടച്ചും കാട്ടി. അങ്ങനെ സന്തോഷപൂർവ്വം അവർ സൗഹൃദം വീണ്ടും സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പപ്പി വേഗം തന്നെ സത്യയെ കണ്ടതും സത്യാമ്മയുടെ കൈവിട്ട് സത്യയെ എന്ന് വിളിച്ച് അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ സത്യയെ പിടിച്ചു നിർത്തി. വേണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, എന്താ അമ്മേ, കുട്ടികളല്ലേ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ, കുട്ടികളായതുകൊണ്ടാണ്. എടാ, നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ് വലുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക്, അവൾക്ക് ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും അവൾക്ക്
ഇതുപോലെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാകാതിരിക്കാനുമാണ് ഞാനിപ്പോ ഇങ്ങനെയെല്ലാം മുൻകരുതലെടുക്കുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ സത്യയെ നോക്കി. എന്നിട്ട് സത്യയോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ. അത് കേട്ടതും സത്യ ബാഗും എടുത്ത് വേഗം സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു. സത്യഭാമ അപ്പോഴേക്കും സത്യയെ നോക്കിയിട്ട് പറഞ്ഞു, നീ കേട്ടോണം, ഇനി മേലാൽ നിന്റെ നിഴൽ പോലും എൻ്റെ മോളുടെ നേരെ പതിക്കാൻ പാടില്ല, മനസ്സിലായോ? ഇനി ഒരു കാരണവശാലും എൻ്റെ മോളുടെ മുന്നിൽ നീ വന്നു പോവുകയോ നീ മിണ്ടാൻ ശ്രമിക്കുകയോ ചെയ്തേക്കരുത്, പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചതും സത്യ ആകെ പേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു, പറഞ്ഞു കേട്ടോടി, ഞാൻ നിന്നോടാ പറഞ്ഞത് എന്ന് ചോദിച്ചതും കേട്ടു എന്ന് സത്യ തലകുലുക്കി. അപ്പോഴേക്കും സത്യ അങ്ങനെ തലകുലുക്കുമ്പോഴേക്കും പപ്പിയുടെ നേരെ തിരിഞ്ഞിട്ട് സത്യഭാമ പറഞ്ഞു, പപ്പി, നിന്നോടും കൂടിയായി പറയുന്നത്, നിങ്ങൾ രണ്ടുപേരോടും കൂടി ഇനി മേലാൽ നിങ്ങൾക്കിടയിൽ യാതൊരു സൗഹൃദ സംഭാഷണമോ രണ്ടുപേരും തമ്മിൽ ഇനി കൂട്ടുകൂടുകയോ ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ് സത്യാമ്മ താക്കീത് ചെയ്യുമ്പോൾ അവിടേക്ക് ടീച്ചർ വന്നെത്തി. ടീച്ചർ വന്നതും നമസ്കാരം സത്യാമ്മേ എന്ന് പറയുന്നതും സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളുടെ നമസ്കാരം ഒന്നും സ്വീകരിക്കാൻ വന്നതല്ല. അല്ല, എവിടെ നിങ്ങളുടെ പ്രിൻസിപ്പാള്? ഈ സത്യയുടെ അമ്മ എവിടെ? അതെല്ലാം കേട്ടതും ടീച്ചർ പറഞ്ഞു, അതെ, അവിടെ പ്രിൻസിപ്പൽ മാഡം ഇത്രയും നേരം സത്യാമ്മയെ കാത്ത് ഈ വാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. സത്യാമ്മ പ്രിൻസിപ്പൽ മാഡത്തിന്റെ റൂമിലേക്ക് ചെന്നോളൂ, ഞാൻ കുട്ടികളെ ക്ലാസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ടീച്ചറെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ ഞാനങ്ങ് ക്ഷമിക്കുകയാണ്. പക്ഷെ ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിക്കപ്പെട്ടാൽ, ഇനിയും പപ്പിയും ഈ സത്യ എന്ന് പറയുന്ന ഈ പെൺകൊച്ചുമായി ഇനിയൊരു ചങ്ങാത്തമുണ്ടായാൽ അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ടീച്ചറെ, ഈ സ്കൂള് എന്ന് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകണമെന്നാണല്ലോ ടീച്ചറുടെ ആഗ്രഹവും. അതുപോലെ തന്നെ ഈ ജോലി ടീച്ചർക്കെന്നും ഈ സ്കൂളിൽ ഉണ്ടാകണമെന്നും ടീച്ചറും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇതിനെയൊക്കെ മറികടന്ന് ഈ സ്കൂളിലുള്ളവരോ സ്കൂളുകാരോ ടീച്ചർമാരോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഈ സ്കൂളിന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു ഓർമ്മ മാത്രമേ ഉണ്ടാവൂ. അതോടൊപ്പം തന്നെ ടീച്ചറുടെ വീട്ടിലെ പ്രാരാബ്ധം കൂടുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ ഗൗരവത്തോടെ പ്രിൻസിപ്പളിന്റെ അരികിലേക്ക് പോകുമ്പോൾ വിഷ്ണു പപ്പിയെ നോക്കി കണ്ണ് അടച്ച് കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊന്ന് പുഞ്ചിരിച്ച് കാണിച്ച് വിഷ്ണു സത്യാമ്മയോടൊപ്പം പ്രിൻസിപ്പാളിന്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. ഈ സമയത്ത് സത്യയും പപ്പിയും ആകെ വിഷമത്തോടെ രണ്ടുപേരും അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ടീച്ചർ അരികിലേക്ക് എത്തി. പത്മിനി വാ എന്ന് പറഞ്ഞ് പപ്പി അരികിലേക്ക് വിളിച്ചു. പപ്പിയിലൊക്കെ ഒരു കയ്യിൽ പിടിക്കുകയും അപ്പുറത്ത് മാറിയാകെ വിഷമിച്ചിരിക്കുന്ന സത്യയെയും ടീച്ചർ മോളും വാ എന്ന് പറഞ്ഞ് സത്യയെ തൻ്റെ ഇടത് കൈയിലും ചേർത്ത് പിടിച്ച് ആ ടീച്ചർ രണ്ട് കുട്ടികളെയും കൊണ്ട് ആ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് പ്രിൻസിപ്പാളിന്റെ റൂമിൽ സത്യാമ്മയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു സത്യമ്മയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു സത്യയുടെ ഗാർഡിയൻ എന്ന നിലയിൽ വന്നെത്തിയ ദേവൻ. അപ്പോഴേക്കും ശാലിനി തൻ്റെ കളക്ടറെ ആ കാറിൽ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വന്നിറങ്ങി. പ്രിൻസിപ്പാളിന്റെ റൂമിലിരിക്കുന്ന ദേവനോട് പ്രിൻസിപ്പാൾ പറഞ്ഞു, സത്യാമ്മ എന്ന് പറഞ്ഞാൽ ഈ നാടിനെ തന്നെ വിലക്ക് മേടിക്കാൻ അത്ര കഴിവുള്ള ഒരു സ്ത്രീയാണ് സത്യാമ്മ. അതുകൊണ്ട് തന്നെ അവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, എനിക്കതേ പറയാനുള്ളൂ സർ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സത്യഭാമ അവിടേക്ക് എത്തി. സത്യാമ്മയുടെ പിന്നാലെ വിഷ്ണുവും കൂടി അകത്തേക്ക് കയറി വന്നു. സത്യഭാമ പ്രിൻസിപ്പാളിന്റെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, മാഡം ടി.സി ഞാൻ ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആകെ വിഷമത്തോടെ സത്യാമ്മയെ നോക്കുകയാണ് പ്രിൻസിപ്പൾ. അത് പിന്നെ സത്യാമ്മ എന്ന് പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ ഞാൻ ചോദിച്ചില്ലേ, അതങ്ങ് തന്നാൽ മതി എന്നറിയിച്ചു. അപ്പോഴേക്കും ആകെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ദേവൻ നോക്കി. ഇതേ സമയം ദേവനെ കണ്ടതും വിഷ്ണുവിന് അന്ന് ആ സ്കൂളിൽ വെച്ച് സത്യയും പപ്പിയും കാണാതായത് വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തിയ ആള് തന്നെയാണ് എന്ന് ഈ മുന്നിലിരിക്കുന്നത് എന്നുള്ള സത്യം വിഷ്ണു അറിയുന്നു. അതോർത്ത് വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യാമ്മ പ്രിൻസിപ്പളിനോട് ചോദിച്ചു, അല്ല ഞാൻ സത്യയുടെ ആ പേരൻറ്റിനെയല്ലേ കാണണമെന്ന് പറഞ്ഞത്, എന്നിട്ട് അവരെവിടെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ദാ ഈ ഇരിക്കുന്നത് സത്യയുടെ അച്ഛനാണ്, സംസാരിച്ചോളൂ. ഉടനെ വേഗം ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് പിന്നെ എൻ്റെ മോൾക്കൊരു അബദ്ധം എന്ന് പറയുമ്പോൾ സത്യമാമ പറഞ്ഞു, അതെ എന്ത് അബദ്ധമാണ് സംഭവിച്ചതെന്ന് അവളൊന്ന് ഉറച്ചു നോക്കിയാൽ തന്നായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ശരി, ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, പപ്പിയും സത്യയും തമ്മിൽ നേരിട്ട് കാണുകയോ അവർ സംസാരിക്കുകയോ ചെയ്താൽ പിന്നെ ഒരു കാരണവശാലും ഇനിയൊരു കൂടിക്കാഴ്ച പോലും ഉണ്ടായെന്ന് വരില്ല. അത് ഓർമ്മ വേണം എല്ലാവർക്കും.
ഇതോടെ എല്ലാവരുമായിട്ടുള്ള ബന്ധവും അവസാനിക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സത്യാമ്മ അങ്ങനെ നിൽക്കും. സത്യയുടെ അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിൻസിപ്പൽ മാഡം ദേവനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇത് സത്യയുടെ പേരൻ്റാണ്. അത് കേട്ടതും ഉടനെ സത്യഭാമ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യയുടെ അമ്മയെ കാണണമെന്നല്ലേ, അവരെവിടെ എന്ന് വീണ്ടും ദേഷ്യത്തോടെ സത്യഭാമ അന്വേഷിച്ചു. അപ്പോഴേക്കും സത്യാമ്മയോട് പ്രിൻസിപ്പൽ പറഞ്ഞു, അത് മേഡത്തിന് വരാൻ കഴിഞ്ഞില്ല, സാറാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവൻ സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, അത് പിന്നെ അയാൾക്ക് ഇന്ന് ഓഫീസിൽ പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അയാൾ പോയത് എന്ന് ദേവൻ അറിയിക്കുമ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു, അത് ശരി, അപ്പോൾ അമ്മയുടെ പ്രവൃത്തി അങ്ങനെയാണ്, അതുകൊണ്ടാണല്ലോ മകൾ പഠിക്കുന്നത്, പിന്നെ എങ്ങനെ നേരെയാകും? ഇതേ കൊച്ചുകുട്ടിയായിപ്പോയി, അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ അതിനു മുമ്പ് ഞാൻ കൊന്നു തള്ളിയേനെ എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറയുമ്പോൾ വിഷ്ണു സത്യമ്മ തടഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ച് സത്യഭാമയുടെ നേരെ ദേഷ്യപ്പെടുമ്പോൾ സത്യമ്മ പറഞ്ഞു, അതെ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇനി ഞങ്ങളുടെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മേലാൽ സത്യ എന്ന ആ പെൺകുട്ടി കാരണം ഞങ്ങളുടെ പേരക്കുട്ടിക്ക് ഒരാപത്ത് സംഭവിക്കില്ല എന്ന് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് ഇയാൾ വാക്ക് നൽകണം. അങ്ങനെയാണെങ്കിൽ മാത്രം പപ്പിയെ ഇവിടെ തുടരാം, ഇല്ലെങ്കിൽ പപ്പിയുടെ ടീസ് തന്നേക്ക്, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം എന്ന് സത്യമ്മ പറയുമ്പോൾ ഉടനെ പ്രിൻസിപ്പൾ പറഞ്ഞു, മേഡം അങ്ങനെയൊന്നും പറയലേ എന്ന് ചോദിച്ചതും ഇത് കേട്ടുനിന്ന ദൈവം പറഞ്ഞു, അതെ, എന്തായാലും ഞാൻ നോക്കിക്കോളാം, എൻ്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, അവളെ ഞാൻ തിരുത്തിക്കോളാം എന്ന് ദൈവം പറയുമ്പോൾ സത്യാമ്മ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ അവളുടെ നിഴൽ പോലും എൻ്റെ പേരക്കുട്ടിയുടെ മേൽ പതിക്കരുത്, ഇനി മേലാൽ അവളുമായി സംസാരിക്കാനോ ചെങ്ങാത്തം കൂടാനോ വന്നു പോകരുത് എന്ന് സത്യയെക്കുറിച്ച് സത്യഭാമ ദേവനെ താക്കീത് ചെയ്യുമ്പോൾ ദേവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് സത്യാമ്മയെ സമാധാനപ്പെടുത്തുമ്പോൾ ഉടനെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന് സത്യാമ്മ ദേഷ്യത്തോടെ തന്നെ റൂം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് വിഷ്ണുവും പ്രിൻസിപ്പാളിനെയും അരികെ നിൽക്കുന്ന രോഹിത്തിനെയും ഒന്ന് നോക്കിയതിനു ശേഷം ഒന്നും മിണ്ടാതെ വിഷ്ണുവും പിന്നാലെ പോകുന്നു. അപ്പോഴാണ് പ്രിൻസിപ്പാള് ദേവനോട് പറഞ്ഞത്, സാറേ, ഇപ്പോഴെങ്കിലും സാറിന് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. സത്യത്തിൽ അവരുടെ കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടും അവർ സത്യയെ തന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നത് കണ്ടില്ല സർ എന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അതുകൊണ്ടാണ് സർ ഇപ്പോൾ ഇങ്ങനെയെല്ലാം എല്ലാ സ്കൂളിലും നടക്കുന്നത്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ആ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പ്രിൻസിപ്പലിൻ്റെ അഭാവത്തു നിന്നുണ്ടായ ആ നീക്കം വിജയിച്ചതുപോലെ സത്യഭാമയും വിഷ്ണുവും സ്കൂളിൽ നിന്ന് മടങ്ങി. അപ്പോഴും ശാലിനി അവിടെ ആ കോമ്പൗണ്ടിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നിടത്ത് അതിനുള്ളിൽ കയറി ശാലിനി അങ്ങനെ ഇരുന്നു. ഉടനെ ദേവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും ശാലിനിയെ വന്ന് ദേവൻ വിളിച്ചു. ശാലിനി പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങിയതും ദേവൻ പറഞ്ഞു, അതെ, താൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്തായാലും നന്ദിയുണ്ട്, ഇങ്ങനെയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തല്ലോ, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് വളരെ വിഷമത്തോടെയും സ്നേഹത്തോടെയും ദേവനോട് ശാലിനി മറുപടി നൽകി. എല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവൻ പറഞ്ഞു, ശാലിനി, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ സ്നേഹിച്ച ആൾക്ക് ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടാകണമെന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയതായിരുന്നു. എന്നാൽ ശാലിനി, താനിപ്പോൾ ഈ കാണിക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ സത്യാമ്മയെ പോലെ ഒരു സ്ത്രീയുടെ മുന്നിൽ ഇങ്ങനെ ഏറ്റുമുട്ടാൻ തന്നെ വേണം നമ്മൾ തുനിഞ്ഞിറങ്ങുവാൻ. അവർക്ക് എന്തൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ശാലിനി, താൻ ഇപ്പോഴും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറഞ്ഞുകൊണ്ടിരുന്ന ആ സത്യഭാമയുടെ മുഖം ഇപ്പോൾ എനിക്ക് വ്യക്തമായി. അവരെങ്ങനെയുള്ളൊരു സ്ത്രീയാണെന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് രോഹിത്ത് ശാലിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കണം. ശാലിനി അതെല്ലാം കേട്ടതിന് ശേഷം ആകെ വിഷമത്തോടെ രോഹിത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് ശാലിനി ആകെ സങ്കടപ്പെട്ടു. ആ നിമിഷം തന്നെ വീണ്ടും ഓരോ കാര്യങ്ങൾ ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ദേവൻ ശ്രമിച്ചു. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ സത്യാമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയോടൊപ്പം എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അവര് കൊച്ചു കുട്ടികളാണ് എന്ന് സത്യയും
പപ്പിയും കൊച്ചുകുട്ടികളാണെന്നുള്ള പരിഗണന പോലും അവർ നൽകുന്നില്ല. ചാർലി എന്നോട് പറഞ്ഞിട്ടുള്ള സത്യാമ്മയുടെ ആ ഒരു ചിത്രം എന്റെ മനസ്സിലുണ്ട്. പക്ഷേ അതിനൊക്കെ നേർ വിപരീതമായിട്ടുള്ള ഒരാളെയാണ് ഞാൻ ഇന്ന് അവിടെ കണ്ടത്. കരുണയും കാരുണ്യവും സ്നേഹമൊന്നും ഇല്ലാത്ത, സ്വന്തം വാശി മാത്രം വിജയിക്കണമെന്നും മറ്റുള്ളവരുടെ കണ്ണീര് മാത്രം കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെയാണ് ഞാൻ അവിടെ കണ്ടത് എന്ന് ദേവൻ ശാലിനിയോട് പറഞ്ഞു. ശാലിനി ആ വാക്കുകൾ കേട്ടതും ദേവനോട് പറഞ്ഞു, ദേവേട്ട, അങ്ങനെയൊന്നുമല്ല. സത്യാമ്മയുടെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പുറമെ എങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കേട്ട ദേവൻ പറഞ്ഞു, അങ്ങനെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണോ ആ സ്നേഹമെന്ന് പറയുന്ന വിളക്ക്? അതെ, ഈ വിളക്ക് നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അതോടെ ആ വിളക്ക് അണഞ്ഞു പോകും. അത് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒരു വിളക്കല്ല. അത് എല്ലാവർക്കും പ്രകാശം പരത്തി കൊടുക്കേണ്ടതായിരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ശാലിനി, അവർക്ക് അവരുടെ കാര്യം മാത്രം വിജയിക്കണം, അവരുടെ സന്തോഷം മാത്രം, അങ്ങനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണവർ. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മുടെ സത്യ അവരുടെ മകളോടൊപ്പം, പേരക്കുട്ടിയോടൊപ്പം ഇവിടെ പഠിച്ചാൽ അവരുടെ പേരക്കുട്ടിയെ വഷളാക്കുന്നത് നമ്മുടെ സത്യമോളാണെന്ന് അവർ വിശ്വസിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുട്ടിക്ക് TC വാങ്ങിച്ച് ഇവിടെ നിന്ന് പോകാമല്ലോ. പക്ഷെ അതിനവർ തയ്യാറാകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കണം, രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ട് എന്നാൽ അവർ പരസ്പരം മിണ്ടാനാകാതെ അകന്നു നിൽക്കുന്ന, പപ്പിയോട് സംസാരിക്കാൻ പോലും കഴിയാതെ സത്യ ആകെ മാറി നിൽക്കേണ്ടി വരുന്ന ആ ഒരവസ്ഥയിൽ നമ്മുടെ സത്യക്കുണ്ടാകുന്ന വേദന, ആ വീർപ്പുമുട്ടൽ, അത് കണ്ടവർക്ക് ആനന്ദിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. ഒരു കണക്കിന് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. ഇതുതന്നെയാണ് അതിന് കാരണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ സ്ത്രീ, അവരാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി എന്ന് ദേവൻ സത്യാമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ദേവേട്ട, അങ്ങനെയല്ല. ഇവിടുന്ന് സത്യയെ ഞാൻ TC വാങ്ങിച്ച് കൊണ്ടുപോകാത്തതിന് കാരണം മറ്റൊന്നു കൂടിയാണ്. എൻ്റെ ഒരു സ്വാർത്ഥതയാണെന്ന് കരുതണം. പപ്പിയും സത്യയും ഒരുമിച്ച് ഉണ്ടാകണം. എനിക്ക് എൻ്റെ പപ്പിയെ എവിടേക്കെങ്കിലും കാണാമല്ലോ, അക്കാര്യം കൊണ്ട് മാത്രമാണ് എന്ന് ശാലിനി പറയുമ്പോൾ ദേവൻ പറഞ്ഞു, ശാലിനി, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ സത്യാമ്മയും ശാലിനിയും ഇങ്ങനെ ഒളിച്ചുകളി നടത്തി നിങ്ങൾ പരസ്പരം സന്തോഷിക്കുമ്പോൾ അതിനിടയിൽ ഒരു ബഫൂണായി നിൽക്കുന്ന ഒരാളുണ്ട്. ശാലിനി വളരെയേറെ സ്നേഹിക്കുന്ന, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വിഷ്ണു എന്ന് പറയുന്ന ആ വ്യക്തി. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടത്തിന്, ചിലപ്പോൾ നിങ്ങൾക്കതിന് പറയാൻ ന്യായവാദങ്ങൾ ഏറെ ഉണ്ടാകും. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് സ്നേഹമെന്നോ അതുപോലെ തന്നെ കരുണയെന്നോ മറ്റുള്ളവരോടുള്ള അനുകമ്പയെന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ശാലിനി, ആ പാവം മനുഷ്യന് നഷ്ടപ്പെട്ട വർഷങ്ങൾ, ഇത്രയും നാളും ആ മനുഷ്യൻ സ്വന്തം കുട്ടികളാണെന്ന് പോലും തിരിച്ചറിയാതെ, സ്വന്തം മക്കളാണെന്നുള്ള സത്യം തിരിച്ചറിയാതെ, ആ കുട്ടികളെ ഒന്ന് ചേർത്ത് ഒന്ന് കെട്ടിപ്പിടിക്കാനാകാതെ ആ മനസ്സ് വേദനിക്കുന്ന, ആ മനുഷ്യൻ നഷ്ടപ്പെട്ട കുട്ടികളോടൊപ്പം തൻ്റെ ഭാര്യയോടൊപ്പം നഷ്ടപ്പെട്ട വർഷങ്ങൾ, ആ സന്തോഷം, അതൊക്കെ ആർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും? ശാലിനി, തനിക്കിന് സാധിക്കുമോ? ശാലിനി പറയുന്ന വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് അതിന് കഴിയുമോ? ആ മനുഷ്യന് നഷ്ടപ്പെട്ട വർഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ച് ദേവൻ ശാലിനിയോട് ദേഷ്യപ്പെട്ടു. ശാലിനി, പഴയ കാലത്തെ കാരണവന്മാരെ കുറിച്ചുള്ള അത്തരം ചിന്താഗതികളൊക്കെ കളയണം ശാലിനി. അതൊക്കെ ശാലിനി ഇല്ലാതാക്കേണ്ട കാലം കഴിഞ്ഞു. അതൊന്നും ഇന്നത്തെ കാലത്ത് നടപ്പിലാകുന്ന കാര്യങ്ങളല്ല. അത് ശാലിനി താൻ മനസ്സിലാക്കണം എന്ന് ദേവൻ ശാലിനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അതെല്ലാം കേട്ട വേദനയിൽ ശാലിനി ദേവനോട് പറഞ്ഞു, ദേവേട്ട, എനിക്ക് തിരക്കുണ്ട്, നമുക്കിപ്പോൾ പോകാം. എനിക്ക് ഉടനെ തന്നെ ഓഫീസിലെത്തണം എന്ന് പറഞ്ഞ് ശാലിനി ദേവനെയും വിളിച്ച് കാറിൽ കയറണം. തിരിച്ചു മടങ്ങുന്ന യാത്രയിൽ ശാലിനി മനസ്സാകെ നീറിക്കുവഞ്ഞ് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയി. കാറിൽ യാത്ര ചെയ്തു. ഈ സമയത്ത് ക്ലാസ് റൂമിലിരിക്കുന്ന സത്യയും പപ്പിയെയും ദൂരെ മാറ്റിയിരുത്തിയിരിക്കുന്നത് കൊണ്ട് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ കഴിയാതെ ആകെ വിഷമത്തോടെ പരസ്പരം നോക്കിയിരുന്നു. ക്ലാസ്സിൽ ടീച്ചർ പാഠഭാഗം വായിച്ച് അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത് അതിനെക്കുറിച്ച്, പാഠത്തെക്കുറിച്ചൊക്കെ ബോർഡിൽ എഴുതിയതിനു ശേഷവും സത്യയും പപ്പിയും പരസ്പരം നോക്കി അങ്ങനെ മാറിയിരിക്കുന്നത് കണ്ട് ടീച്ചർ ഇരുവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. സത്യ പറയണം, എവിടെയാണ് മഴ പെയ്തത് എന്ന് പാഠഭാഗത്തെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉടനെ സത്യ പറഞ്ഞു, എനിക്കറിയില്ല ടീച്ചർ. അതിനുശേഷം പപ്പിയോട് ചോദിക്കുമ്പോൾ പപ്പി പറഞ്ഞു, ടീച്ചറെ, മഴ പെയ്തില്ല ടീച്ചർ. അത് കേട്ട് അടുത്തിരുന്ന കൂട്ടുകാരെല്ലാവരും അവരുടെ ആ മറുപടി കേട്ട് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ കൂട്ടുകാരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രങ്ങളെപ്പോലെ ആ പാവം കുട്ടികൾ രണ്ടുപേരും ആകെ വിഷമിച്ച് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉടനെ ടീച്ചർ ദേഷ്യപ്പെട്ടു. അതെ, ഏത് മജിസ്ട്രേറ്റിൻ്റെ കുട്ടിയായാലും ശരി, ഒരു കാര്യം ഞാൻ പറയാം. ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല അടി ഞാൻ വെച്ച് തരും. അതിനുള്ള പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ടീച്ചർ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ലഞ്ചിന് മണിയടിച്ചു. അത് കേട്ട ഉടനെ തന്നെ ബെല്ല് മുഴങ്ങിയത് കേട്ടതോടെ ടീച്ചർ, നിങ്ങൾ പോയി ലഞ്ച് കഴിച്ചോളൂ എന്നറിയിച്ചു. കുട്ടികളെല്ലാവരും ലഞ്ച് കഴിക്കാനായി പോകുമ്പോൾ
ടിഫിൻ ബോക്സ് എടുത്ത് മുന്നിൽ വെച്ച് കൈയും കഴുകി അത് കഴിക്കാനാകാതെ പപ്പിയും സത്യയും ഒരു വാക്ക് പരസ്പരം മിണ്ടാനാകാതെ രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നു.